ധോണി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കരുത്. എന്താ ഡാഡി? എനിക്കെതിരെ കൊച്ചാപ്പി ഇവിടെ കൊണ്ട് നിർത്തി എന്നെ ഒതുക്കാമെന്ന് കരുതിയല്ലേ? ഡാഡി എന്താ ഈ പറയുന്നേ? എടാ, എന്നെ ഇനിയും വിട്ടിയേക്കണ്ട. നീ അവനെ ഇവിടെ കൊണ്ടുവന്നത്. നിനക്ക് മാത്രമേ ഞാനും കൊച്ചാപ്പിയായിട്ടുള്ള ബന്ധം അറിയാവൂ. ഞാൻ ആരെയും കൊണ്ടുവന്നിട്ടില്ല. നീ അറിയാതെ അവനിവിടെ വരില്ല. ആ, കുറച്ചു നാളായിട്ട് നിനക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് നീ കരുതരുത്. മാറ്റം ആർക്കാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ കരാറാ നിങ്ങൾ ഒരാൾ മാത്രമായിട്ട് മാറ്റിയത്. ഞാൻ എന്ത് മാറ്റിയെന്നാ നീ പറയുന്നേ? വേണ്ട, കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾക്ക് സ്വത്തിനോടുള്ള ആർത്തി എത്രമാത്രമാണെന്ന് എനിക്കറിയാം. എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കാൻ വേണ്ടി നിങ്ങൾ ഈ നടത്തുന്ന നാണം കെട്ട കളിയുണ്ടല്ലോ, അത് വളരെ മോശമാ. നീ എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തണ്ട. സ്വത്തുക്കളൊക്കെ നിന്റെ പേരിൽ മാത്രമാക്കാൻ വേണ്ടി നീ വക്കീലിനെ വിളിച്ച് സംസാരിച്ചത് ഞാൻ അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോ? ഓ, അപ്പൊ ഞാൻ അറിഞ്ഞതൊക്കെ ശരിയാ. നിങ്ങളെ വിശ്വസിച്ചതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അതേടാ, കുപ്പയിൽ കിടന്ന നിന്നെ എടുത്ത് വളർത്തി ഇത്രയാക്കിയത് ഞാനല്ലേ? അതിന്റെ പ്രത്യുപകാരമായി ചതി. എന്നെ വളർത്തിയെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് വേറെ ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ സാധിക്കുകയും ചെയ്തു. എടാ, ഞാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ നീ ഒരു തെരുവ് കൊണ്ടായിട്ട് കണ്ടവന്റെ വെട്ടും കുത്തുവേറ്റ് കഴിഞ്ഞേനെ. ഇവിടെ ഞാൻ അത് തന്നെയല്ലേ ചെയ്യുന്നത്. അതേടാ, നീ എന്റെ ഗുണ്ടയ. ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കേണ്ട ഗുണ്ടയ. അതിന് എന്നെ കിട്ടില്ല. എങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കണം. ഞാൻ എന്തിനു ഇവിടുന്ന് ഇറങ്ങണം? ഇത് നിങ്ങളുടെ സ്വത്തല്ലല്ലോ. ആ പാവം താരയുടെ ആനിയമ്മയുടെ സ്വത്തല്ലേ. അവരിൽ നിന്ന് നിങ്ങൾ സ്വന്തമാക്കിയതല്ലേ ഇതെല്ലാം. എന്നെ വെറും ഒരു വൃത്തികെട്ടവനാക്കി നിങ്ങളെ ഇനി പഴയതുപോലെ ആയിരിക്കില്ല ഞാൻ കാണുക. നീ എന്നെ ഭയപ്പെടുന്നുണ്ട. ഇത്രയും ചെയ്യാൻ അറിയാമെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവരെ രണ്ടുപേരെയും തമ്മിൽ തെറ്റിക്കുമെന്ന് ജാനറ്റ് പറഞ്ഞിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് ഇത് സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുള്ള ആളല്ലേ മാനുവൽ. അയാൾക്കെതിരെ നിൽക്കുമ്പോ എനിക്കെന്തോ വല്ലാത്തൊരു ശക്തി കിട്ടുന്ന പോലെ തോന്നുന്നു. ആരൊക്കെയോ എന്റെ കൂടെ ഉള്ളതുപോലെ ഒരു തോന്നൽ. ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞാൻ കരുതുന്നത് പോലെ ഒക്കെ റോണി പ്രവർത്തിക്കുന്നു. ഇതിലൊക്കെ എന്തോ ഒരു ഇടപെടൽ എവിടെ നിന്നും ഉണ്ടാവുന്നുണ്ട്. എന്തിന്? സ്നേഹ പോലും സ്വന്തം കടമയും ഉത്തരവാദിത്വം ഒക്കെ മാറ്റിവെച്ച് എന്നോട് സഹകരിക്കല്ലേ ചെയ്യുന്നത്. ഞാനും ഇത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ജാനി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് ആർക്കും മനസ്സിലാവാത്തൊരു പവർ ഇക്കാര്യത്തിലുണ്ടെന്ന്. എന്തായാലും ഇനി അധികം കാത്തിരിക്കണ്ട. എത്രയും വേഗം കാര്യങ്ങൾ ജാനറ്റ് വിചാരിച്ചെടുത്ത് കൊണ്ടുചെന്ന് എത്തിക്കുക. ഞാൻ എല്ലാം അപ്പപ്പോ അറിയിക്കുകയും ചെയ്യാം. ആ, ഈ പാനിയമ്മയുടെ അവസ്ഥ എങ്ങനെയുണ്ട്? എന്തു പറയാനാ, എങ്ങനെയൊക്കെയോ അവിടെ കഴിഞ്ഞുകൂടുന്നു. മനസ്സ് മരിച്ചു കഴിഞ്ഞില്ലേ, ശരീരം മാത്രം ജീവിക്കുന്നു. ആനിയമ്മയോട് ഇത്രയും ക്രൂരത കാണിച്ചവരോട് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. നിയമത്തിന് മുന്നിൽ അവരെ എത്തിച്ച അവർ അവിടുന്ന് രക്ഷപ്പെടും. അതാ ഞാൻ അതിന് തയ്യാറാവാത്തത്. ഇത്രയും നാളും എനിക്ക് സഹായം തന്നതല്ലേ, കുറച്ചു ദിവസം കൂടി സ്നേഹം എനിക്ക് താ. എല്ലാ കണക്കുകളും നമുക്ക് ഒരുമിച്ച് തീർക്കാം.